ഹായ് ഹലോ. ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്രുതിയുടെ രഹസ്യങ്ങൾ പുറത്താവാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സംഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ നമ്മുടെ ആദ്യക്കുട്ടൻ ഇന്ന് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കൂടെ സച്ചിയുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ വെച്ചിട്ട് ചില പ്രതീക്ഷിക്കാതെ ഇപ്പോൾ ആദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിയുടെ മകനാണല്ലോ, പക്ഷേ എല്ലാവരുടെയും മുന്നിൽ ആൻറ്റി ആൻറ്റി എന്നാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ശ്രുതിയുടെ രഹസ്യങ്ങൾ പുറത്താവാനുള്ള സാധ്യതകളുണ്ട്. ഇന്നിനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോവുക? ആദ്യം ശ്രുതിയും പരസ്പരം കണ്ടുമുട്ടുമോ, അതോ ഇനി ശ്രുതിയുടെ രഹസ്യങ്ങൾ പുറത്താകുമോ? ഇനി എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വിമലയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആദ്യം ഭയങ്കര സങ്കടത്തിലാണ്, ഒരുപാട് പൊട്ടി കരയുവാണ്. അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയതാ, അല്ലെങ്കിൽ എങ്ങനെയാ ഇതെന്ത് സംഭവിച്ചതാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനും അമ്മൂമ്മയും കൂടി ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് അമ്മൂമ്മ തലയിറങ്ങി വീണതാണ് എന്ന് പറയുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളിവിടെ ആരെ കാണാൻ വന്നതാ, അല്ലെങ്കിൽ ആരാണ് ഇവിടെ ബന്ധുക്കളുള്ളത് എന്നൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ആദ്യം ഒന്നും മിണ്ടുന്നില്ല. കാരണം മുൻപ് ശ്രുതി ആദ്യം വിലക്കിയിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആരെന്നെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഒന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നോ എന്താണെന്നോ എവിടെ താമസിക്കുന്നോ ഒരു വിവരവും പറയാൻ പാടില്ല എന്ന് ശ്രുതി നമ്മുടെ ആദ്യക്കുട്ടനെ പറഞ്ഞ് വിലക്കിയത് കൊണ്ട് തന്നെ അതൊക്കെ ആ ഒരു സംഭവം ആലോചിച്ചിട്ട് എനിക്ക് അറിയത്തില്ല എന്ന് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ രേവതി പറയുവാണ്, നീ ഒന്ന് ആലോചിച്ച് നോക്കുക ആദ്യക്കുട്ട, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ചിലപ്പോൾ എവിടെയെങ്കിലും അറിയാമായിരിക്കുമെങ്കിലോ, അല്ലെങ്കിൽ ആൻറ്റി നിങ്ങൾ ആരെ കാണാൻ വന്നതാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അന്ന് താലിമാറ്റൽ ചടങ്ങിൻ്റെ സമയത്ത് വിമലയും ആദ്യം രേവതി വഴിക്ക് വെച്ച് കണ്ടപ്പോൾ വിമല പറഞ്ഞത് തൻ്റെ മകൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ജോലി ചെയ്യുവാണ്, അതുകൊണ്ട് മകളെ കാണാൻ വന്നതെന്നാണ് വിമല രേവതിയോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം രേവതി ഓർത്തെടുത്തത് കൊണ്ട് തന്നെ രേവതി സച്ചിയോട് പറയുവാണ്, ഈ ആൻറ്റിയുടെ മകൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ കാണാൻ വന്നതായിരിക്കും. അപ്പോൾ അത് ആരാണ്, അവരെവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നമ്പർ ഉണ്ടോ? പക്ഷേ ഒന്നും അറിയത്തില്ല എന്ന് തന്നെ ആദ്യം ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ വീണ്ടും ശ്രുതി പറയുവാണ്, നീ ഒന്ന് ആലോചിച്ച് നോക്കാം, അവരുടെ നമ്പർ അറിയാമോ, എന്തെങ്കിലും അറിയാമോ? അപ്പോൾ ഒന്നും അറിയത്തില്ല. അപ്പോൾ സച്ചി തന്നെ പറഞ്ഞു, നീ നിർബന്ധിക്കേണ്ട, അവൻ എല്ലാത്തിൻ്റെയും പേടിച്ച് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആദ്യം കൊണ്ട് നമ്മളുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഡോക്ടർ വന്നു, വിമലയെ നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല, ഷുഗർ BP ഒക്കെ നല്ല ലോ ആയതാണ്, എന്തായാലും ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടും കൂടി കിട്ടാനുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്നും, പിന്നെ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്താണെന്ന് റിസൾട്ട് വരട്ടെ, ചിലപ്പോൾ കോമ സ്റ്റേജിൽ പോകാനുള്ള സാധ്യതകളും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും നോക്കാം, ചെക്ക് ചെയ്യാം, നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. അപ്പോൾ ആദ്യം കൊണ്ട് സച്ചിയും രേവതിയും തൻ്റെ വീട്ടിലോട്ട് പോയി. അവർ വരുന്നത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വന്നു, കാരണം ഒരു കുട്ടിയും കൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇതാരാണ് എന്താണെന്നൊക്കെ ആവർത്തിച്ച് ചന്ദ്രമതി ചോദിക്കുകയും, എന്നാൽ ഇവൻ ഞങ്ങളെ ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ താലിമാറ്റൽ ചടങ്ങിൻ്റെ അന്ന് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ശ്രുതി താഴോട്ട് നടന്നു വരുന്നത്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ തന്നെ ശ്രുതി അവിടെ നിന്നു, ഇവരെന്താ സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നിന്നു. ആ സമയം സച്ചി പറയുവാണ്, ഇവനും ഇവൻ്റെ അമ്മൂമ്മയും കൂടി ഇവിടെ വന്നിട്ടുണ്ടെന്നും, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവൻ്റെ അമ്മൂമ്മ തലകറങ്ങി വീണു, അങ്ങനെ ഞങ്ങളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മുഖം തിരിച്ച് കാണിച്ചപ്പോൾ ശ്രുതി പേടിച്ചു പോയി, ഇതെൻ്റെ മകനല്ലേ? അപ്പോൾ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? അപ്പോൾ ബാക്കിയും കൂടി അറിയാനായിട്ട് ശ്രുതി അവിടെ തന്നെ പമ്മി നിൽക്കുവാണ്. ഇവൻ്റെ അമ്മൂമ്മയ്ക്ക് തലയിറങ്ങി വീണതാണെന്നും, ഷുഗറും BP ഒക്കെ ലോ ആയതാണ്, ചിലപ്പോൾ കോമ സ്റ്റേജിൽ പോലും പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അതുകൊണ്ട് അവിടെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുകയും, എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്രമതി ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒരുപാട് ദേഷ്യപ്പെടുകയും, ഇവൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ കുട്ടി എന്ത് ചെയ്യും? അപ്പോൾ അമ്മൂമ്മയ്ക്ക് വയ്യാതെ കിടക്കുമല്ലേ, ബോധമില്ലാതെ കിടക്കുമല്ലേ, അല്ലാതെ വേറൊന്നും സംഭവിച്ചില്ലല്ലോ, അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവനെ ഞങ്ങൾ വളർത്തും എന്ന് സച്ചി എടുത്ത് ആവർത്തിച്ച് പറയുവാണ്, ഞങ്ങളുടെ മകനായിട്ട് അവനെ ഞങ്ങൾ വളർത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് തിരിച്ചു മറുപടി ഒന്നും പറയാനായിട്ട് സാധിച്ചില്ല. പ്രത്യേകിച്ച് സച്ചിയുടെ മുന്നിൽ ഒരു കാര്യങ്ങളും ചോദിക്കാനായിട്ട് ചന്ദ്രമതിക്ക് ചോദിച്ച് നിൽക്കാനായിട്ട് പറ്റത്തില്ല, കാരണം സച്ചി നല്ല മറുപടി കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. അതിൻ്റെ കൂടെ തന്നെ ഈ വീട് എൻ്റെ വീടാണെന്നും, ഈ വീട്ടിലോട്ട് ആരെ കൊണ്ടുവരണം, എന്ത്
കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇവനെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കുക, അല്ലെങ്കിൽ പുറത്തോട്ട് എവിടെയെങ്കിലും കൊണ്ടാക്കുക എന്നൊക്കെ ചന്ദ്രമതി ഒരു കരുണയും ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെയാണ് ഇങ്ങനെ എടുത്ത് സംസാരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു. നിങ്ങൾ ആ മുദ്രപത്രം എടുത്തോണ്ടോ, അതിൽ ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാമല്ലോ. ഇത് എൻ്റെ അച്ഛൻ്റെയും കൂടി വീടാണ്, നിങ്ങളുടെ സ്വന്തം വീട് മാത്രമല്ല. ബാക്കി എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞ് സംസാരിച്ചോളൂ. എന്തായാലും ഇവിടെ എന്ത് കൊണ്ടുവരണം, ആരെ കൊണ്ടുവരണം തീരുമാനിക്കേണ്ട അവകാശം എനിക്കും ഉണ്ടെന്നും ആദ്യം ഞങ്ങളോടൊപ്പം ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അകത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ആദ്യക്കുള്ള പാലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രേവതി. എന്നാൽ പിറകെ പോയിട്ട് വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തി രേവതിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതിക്ക് തക്ക മറുപടി രേവതി കൊടുക്കുകയാണ്. അവസാനം രേവതിയുടെ മുന്നിൽ തലവനിച്ചുകൊണ്ട് പോവേണ്ട അവസ്ഥയാണ് ചന്ദ്രമതിക്ക് വന്നത്. അങ്ങനെ പല സംഭവങ്ങളും നടന്നപ്പോഴും ശ്രുതിക്ക് ഇതൊന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ റൂമിൽ പോയി ഒരുപാട് പൊട്ടി കരയുവാണ്. അപ്പോൾ തൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ശ്രുതി തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? എന്തായാലും ഇതുവരെയും ശ്രുതിയുടെ രഹസ്യങ്ങൾ അവിടെ സച്ചിയോ രേവതിയോ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ശ്രുതിയുടെയും ജീവിതം തന്നെ തകരാറിലാവും. ഇവിടെ ശ്രുതിക്ക് നല്ല സ്വത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രുതിയെ ഒരു മരുമകളാക്കിയത്. പക്ഷെ സ്വത്തൊന്നും ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതും ഒരു മകന്റെ അമ്മയാണെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ, അതോടുകൂടി ശ്രുതിയുടെ കാര്യം തീർന്നത് തന്നെ. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക? അഥവാ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതി എന്തായാലും ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് സച്ചിയും രേവതിയും ശ്രുതിയെ കാണുവാണെങ്കിൽ, വിമലയുടെ അടുത്ത് നിൽക്കുന്ന ആ സമയത്താണ് അവരെ ശ്രുതിയെ കാണുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.